വീട്ടിൽ കണ്ട ആ നെയ്യ് ഒഴിപ്പൽ കണ്ട വാരി കോരിയാണ് ഒഴിക്കുന്നത്. അത് കോക്ടെയിൽ പായസം ബോളിയും കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ്. കൂട്ടി കുഴച്ച് കഴിച്ചിട്ടില്ല, നല്ല മുതുക്ക് ടേസ്റ്റ് ആണ്. തൊള്ളയെ കൂടെ ഇറങ്ങി പോണത് അറിയത്തേ ഇല്ല. തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ട് ആക്രാന്ത മൂത്താണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനകത്തുനിന്ന് 2 തവണ എടുത്ത് ഒഴിച്ചു തരുമ്പോൾ എങ്ങനെ പോയാലും 60 ഗ്രാം. അതിൽ കൂടുതലൊന്നും പായസം ഇല്ല കേട്ടോ. ബോളി ആണെങ്കിൽ തരക്കേടില്ല, അത്ര തന്നെ. പായസവും അതേപോലെ. സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിയിട്ടാട്ടോ ഹസ്ബൻഡിനെ അനിയനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ബില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും ഞെട്ടിപ്പോയത്. കേസിന് വേണ്ടിയിട്ട് എന്തും കോമാളിത്തരം കാണിച്ച് വീടിറക്കുന്ന നിന്നേക്കിനി എന്ത് വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് ബ്ലോഗർ ഇന്നത് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് ബ്ലോഗർ ആദ്യം എത്ര വാങ്ങിച്ചെന്ന് പറയുന്നത് ആദ്യം 40,000 പിന്നീട് 35,000 രൂപ വാങ്ങിച്ചിട്ടാണ് 2 വട്ടം ഈ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നീട് റേറ്റ് കൂടുതൽ ചോദിച്ച് അവർ തരൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്നതുപോലെ ആ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്ത് ഈ പുള്ളിക്കാരൻ ഇട്ടത്. ആൾ ആരാണെന്ന് ഞാൻ പറയില്ല, ആ ഓഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, ആ സബ്സ്ക്രൈബ് തന്നെ ചുമ്മാ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ അകടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ യൂട്യൂബർമാർ തമ്മിൽ ബഹുത്ത് ബഡ ചകട ആയിരുന്നു. ആ ചകടയുടെ ഭാഗമായിട്ട് 1-2 പേരൊക്കെ അറസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അവിടുന്ന് ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുജമാലു ചകട ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫുഡ് ബ്ലോഗറും ഇൻഫ്ലുവൻസേഴ്സും തമ്മിൽ വീണ്ടും ചകടയായി. ഇതിന് പിന്നിലെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ബ്ലോഗർ ഒരു ഫുഡിൻ്റെ വ്ളോഗ് ചെയ്തു. ഫുഡിൻ്റെ വ്ളോഗ് ചെയ്തെന്താ, നമ്മൾ പോയി കഴിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ മീറ്റ് ആയില്ല. അവിടെ പോയി കഴിച്ചിട്ട് ഫുഡ് കൊള്ളൂല എന്നൊരാൾ അഭിപ്രായം പറഞ്ഞു. ഫുഡ് കൊള്ളൂല എന്ന് അഭിപ്രായം പറയാൻ കൊള്ളാവോ? ഫുള്ള് കൊള്ളൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇട്ട ഫുഡ് ബ്ലോഗറിൻ്റെ സുഹൃത്തും ഇവരും തമ്മിലൊക്കെ ആട്ടപടല വഴക്ക്. ഇത് മൊത്തം ഒരു അവിയൽ പരുവത്തിലാണ്. എന്നാലും മനസ്സിലാകുന്നത് പോലെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു ഫുഡ് ബ്ലോഗറിൻ്റെ വ്ളോഗ് കണ്ടിട്ട് അവിടെ പോയി ഫുഡ് കഴിച്ച സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടു. നല്ലൊരു പറ്റിപ്പേര് കിട്ടിയതുകൊണ്ടാട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ട് ആക്രാന്ത മൂത്താണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നെയ്ബോളിയാണ് കേട്ടോ ഐറ്റം. ഇത് ഇവിടെ കൂട്ടി ഉണ്ടാക്കി തരുന്ന നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. ഇന്നൊരു പ്രത്യേക ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് 200 ഗ്രാം പായസം ഒരു കോമ്പോയിൽ ഒഴിച്ചു തരുന്ന കേട്ടോ ഇവർ പറഞ്ഞത്. പക്ഷെ സത്യം പറയാലോ, കൂടി പോയാൽ 30 ഗ്രാം വരും ഈ പായസം കോരുന്ന തവി. അതിനകത്തുനിന്ന് 2 തവണ എടുത്ത് ഒഴിച്ചു തരുമ്പോൾ എങ്ങനെ പോയാൽ 60 ഗ്രാം. അതിൽ കൂടുതലൊന്നും പായസം ഇല്ല കേട്ടോ. ബോളി ആണെങ്കിൽ തരക്കേടില്ല, അത്ര തന്നെ. പായസവും അതേപോലെ. സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിയിട്ടാട്ടോ ഹസ്ബൻഡിനെ അനിയനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ബില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും ഞെട്ടിപ്പോയത്. 145 രൂപ. സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ബ്ലോഗർമാർ പറയുന്ന തള്ളുകൾ എല്ലാം വിശ്വസിക്കുന്നു. എന്റെ കഷ്ടകാലത്തിലാട്ടോ 2 പേരെ ഞാൻ കൊണ്ടുവന്നത്. ഇവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ പിന്നെ വേറൊരു കടയിൽ സെപ്പറേറ്റ് കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും പറ്റിക്കപ്പെടരുത്. കടയുടെ പേര് ഈ വീഡിയോയിലുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് സംഭവം. ഇതിനകത്ത് നമുക്കും ഇതെല്ലാം സ്ഥിരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ തള്ളു കേട്ടിട്ട് നമ്മൾ പോയി കഴിച്ച് കഴിയുമ്പോഴത്തേനും അവിടുത്തെ ഫുഡ് കാശിന് കൊള്ളാത്തൊരു സാഹചര്യമായിരിക്കും. ഇതിൻ്റെ ബേസിക് കാരണം ഇവരെല്ലാം കാശ് വാങ്ങിയിട്ടാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഇവരാരുടെയും പേരും നാളും ഊരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇവരുടെ കമൻറ്റ് ബോക്സുകൾ നോക്കിയപ്പോഴത്തേനും ആ ചെയ്ത ഫുഡ് ബ്ലോഗർ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും. ആ മുതുക്കും വെച്ചതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? തിരുവനന്തപുരംകാരുടെ സ്വന്തം ബോളി. ഇതാണ് നെയ്യ് വീഴ്ത്തണ വീട്ടിൽ കണ്ട ആ നെയ്യ് ഒഴിപ്പൽ കണ്ട വാരി കോരിയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര മണമാണ് ഈ ഒരു ബോളിക്ക്. ഈ മുതുക്ക് ഉണ്ടകളെല്ലാം ബോളിയുടെ അകത്തുള്ള ഫീലിംഗ്സ് ആണ്. ലൈവ് ആയിട്ടാണ് ചൂട് നെയ്യ് ബോളി നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ബോളിയെല്ലാം നല്ല പൂരി പോലെ പെരുകി വരും. അതിനുശേഷം നെയ്യും തടവി നല്ല വാഴയിലെ പ്ലേറ്റിലേക്ക് തരും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പായസം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവരൊരു സ്പെഷ്യൽ പായസമാണ് കോക്ടെയിൽ പായസം. അതെന്തായാലും ട്രൈ ചെയ്യാം. പാൽപ്പായസം, കടലപ്പായസം, അടപ്പായസം, അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടെയിൽ പായസം ബോളിയും കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ്. കൂട്ടി കുഴച്ച് കഴിച്ചിട്ടില്ല, നല്ല മുതുക്ക് ടേസ്റ്റ് ആണ്. തൊള്ളയെ കൂടെ ഇറങ്ങി പോണത് അറിയത്തേ ഇല്ല. ഇതെല്ലാം കഴിച്ച് വീട്ടിൽ പോയി ഒരു മുതുക്ക് ഉറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞാണ് എണീച്ചത്. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ബോളിക്കും പായസത്തിന് വേണ്ടി മാത്രം ഒരു അടിപൊളി ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നമുക്ക് ലൈവായിട്ട് നല്ല ചൂടോട് കൂടെയാണ് പായസവും ബോളി എല്ലാം കിട്ടുന്നത്. നിങ്ങൾക്ക് പാഴ്സൽ വേണമെങ്കിൽ അവിടെ ബോട്ടിൽ പായസം വെച്ചിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കരമന ഐഡിയൽ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള ശ്രീനന്ദാസ്. അപ്പൊ ചൂട് ബോളിയും ചൂട് പായസം കുടിക്കാൻ വേണ്ടി നേരെ കിട്ടും. അപ്പോൾ ഇതാണ് ആ വ്ളോഗർ. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ ഷേണായി എന്ന് പറയുന്ന പുള്ളിക്കാരന് സഹോദരി എല്ലാം കൂടെ ഫുഡ് കഴിക്കാൻ പോയി. അവർക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമായി 2 കാരണങ്ങളുണ്ടാകും. ഒന്ന്, അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലായിരിക്കും. 2, അന്നത്തെ ദിവസത്തെ ഫുഡ് ശരിയായിട്ടുണ്ടാവില്ല. പിന്നെ എനിക്കിതിനകത്തുനിന്ന് വ്യക്തിപരമായിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് അവർ ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നി. അത് ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ കൊല്ലത്ത് മേവറത്തുണ്ട്. അത് വളരെ ചീപ്പായിട്ട് കിട്ടും. വളരെ ടേസ്റ്റിയുമാണ് സാധനം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കണം. ഏതായാലും ഇവരും പേരൊന്നും പറഞ്ഞില്ല, അവരും പേരൊന്നും പറഞ്ഞില്ല. സോഷ്യൽ മീഡിയയിൽ ഇവനാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേട്ടൻ ഇതിനെതിരെ റിയാക്ഷനുമായിട്ട് വന്നു. ആ ചേട്ടൻ റിയാക്ട് ചെയ്യാനുള്ള കാരണം, ഞാൻ ആ ചേട്ടൻ്റെ പ്രൊഫൈലിൽ പോയി നോക്കിയപ്പോഴത്തേനും ആ ചേട്ടൻ ഈ നമ്മളുടെ സൂരജുമായിട്ട്, അതായത് ബോളിയുടെ പ്രൊമോഷൻ ചെയ്ത് സൂരജുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമാണ്. പുള്ളിയുടെ വീഡിയോയിൽ മുഴുവൻ ഇദ്ദേഹമായിട്ടുള്ള ഫോട്ടോയും വീഡിയോ എല്ലാം ഉണ്ട്. പക്ഷേ പുള്ളി ഒരാവശ്യവുമില്ലാതെ ഇതിനകത്ത് കയറി ഒരു അനാവശ്യ പ്രതികരണം നടത്തി.
പ്രതികരണം കാണാം. അയ്യോ കഷ്ടം തന്നെ ബ്രോ. ഇതുപോലെ സാരികളുടെ തട്ടിപ്പ് വീഡിയോ ഇട്ട് സൂരജിന്റെ പൊളിച്ചടിക്കലാണ്. കേഷിന് വേണ്ടിയിട്ട് എന്തും കോമാളത്തരം കാണിച്ച് വീടിറക്കുന്ന നിന്നേക്കിനി എന്ത് വേണം? കാഞ്ചീപുരം പട്ടുസാരി കൊടുത്തിട്ട് 40,000 രൂപ കൊലുസ്, മറ്റത് തേങ്ങ മാങ്ങ. ഇതൊക്കെ തീന്ന് ഇനി എന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? പൈസ വാങ്ങിച്ചിട്ട് ബ്ലോഗ് ചെയ്യാത്ത ഒരു മോൻ പൈസ വാങ്ങിച്ചിട്ടാ ചെയ്തത്. ഫ്രീ ആയിട്ടല്ലേ? ഫ്രീ ആയിട്ടല്ല. ഇതിനകത്ത് ഈ കാണുന്ന ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഫുഡ് ബ്ലോഗ്, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എല്ലാം കാശ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ കാശ് മേടിക്കാതെ പോകുന്നത്. അതിനുള്ള കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് കൗണ്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ളവരെല്ലാം നല്ല രീതിക്ക് പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴത്തേനും നമ്മുടെ ഷേണായി ഇതിന് പ്രതികരിച്ചു. ഫുഡ് പോയി കഴിച്ചിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുണ്ടല്ലോ, അവരിതിനെതിരെ തിരിച്ച് പ്രതികരിച്ചു. തിരിച്ചുള്ള പ്രതികരണം നമുക്ക് കാണാം. ഇതുപോലെ സാരികളുടെ തട്ടിപ്പ് വേണ്ടിയിട്ട് സൂരജിന്റെ പൊളിച്ചടിക്കലാണ്. കേഷിന് വേണ്ടിയിട്ട് എന്ത് കോമാളിത്തരം കാണിച്ച് വീടിറക്കുന്ന ക്യാഷിന് വേണ്ടി എന്ത് കോമാളിത്തരം കാണിച്ച് വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞ അമ്മാവൻ പൈസ വേണ്ടി ഒരു വീഡിയോ എടുത്തില്ല. അമ്മാവൻ എന്റെ ചുരുക്കം എന്താണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും വ്യക്തമായിട്ട് കേസ് പറയാം. ഇന്ന് രാവിലെ ചേച്ചി ഒരു ഫുഡ് ബ്ലോഗ് സാധനം എടുത്തിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ബോഡി പാൽ പൈസ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവം പോയി കഴിച്ച് അവർ പറഞ്ഞത് തിരുവനന്തപുരത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തൊരു സാധനമാണ്. എന്നാൽ പോയി ശരിക്കും പറയാം അതിന് ടേസ്റ്റ് ഉണ്ടാന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും, ടേസ്റ്റ് ഉണ്ടില്ല. പക്ഷെ രണ്ടാമത്തെ കേസ് ഈ പറയുന്നത് ക്വാണ്ടിറ്റി, അവർ ഭയങ്കര ക്വാണ്ടിറ്റി. എന്താണെന്ന് വെച്ചാൽ സംഭവം പറയുന്നത് ഒരു കോമ്പോയില് ഒരു ബോളിയും 200 ഗ്രാം പായസം വരുന്ന 100 ഗ്രാം പായസം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അത് നിങ്ങൾക്ക് ഓഫർ ഉണ്ട് 200 ഗ്രാം എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ 2 സ്പൂണിനകത്ത് നട്ട് ഈ സദ്യയുടെ കൂടെ നെയ്യ് ഒഴിച്ചില്ല, അത് നമുക്ക് ശകലം മാത്രം തന്നിട്ടുള്ള സംഭവം. അപ്പൊ ഇതിനെ ഇത് പറഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്തെ ചില ഫുഡ് ബ്ലോഗർമാർ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ എല്ലാ ഫുഡ് ബ്ലോഗറും ചില ഫുഡ് ബ്ലോഗർ ഇമാതിരി പരിപാടി, അതായത് ഒരു പൈസ വാങ്ങിച്ചിട്ട് അതിന് എത്തിക്സ് ഉണ്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ഇപ്പൊ അപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കുമായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് പറയും കാഞ്ചീപുരത്തിന്റെ വീഡിയോയിൽ എന്ത് എത്തിക്സ് ആണ് ഉള്ളത്, അത് ഉടായി പറയുന്നത്. കാഞ്ചീപുരം സാരിയുടെ വീഡിയോസിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞ 2,000-3,000 രൂപ സാരി പോയി കൊടുത്താൽ പൈസ കിട്ടില്ല, പകരം ഒരു 50,000-60,000 രൂപ സാരി കൊടുത്താലേ 4,000-5,000 രൂപ കിട്ടുള്ളൂ എന്ന് വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് 1-2 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ തമ്മിലടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ബേസിക്കലി അവർ ഈ 2 സ്പൂണെന്ന് പറഞ്ഞത് എനിക്കത് തോന്നുന്നില്ല അത്ര ഉള്ളായിരുന്നു. അത് ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷേ 200 ഗ്രാം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇനി അതുപോലെ തന്നെ ഈ സൂരജിൻ്റെ വീഡിയോയിൽ വന്നപ്പോഴത്തേനും അതൊരു ഗ്ലാസ്സിനകത്ത് വാരിക്കോരി ഒഴിക്കുന്ന പോലെയാണ്. സോ അതൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നിരിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കാഞ്ചീപുരം സാരിയുടെ കേസ് പറയുമ്പോഴത്തേനും അതിനകത്ത് അപ്പോൾ ഇവർക്കറിയാം അതിനകത്തൊരു ഉടായ്പുണ്ടെന്നുള്ള സാധനം. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇത് വിജയ മച്ചാൻ ചെയ്തതും കടൽ മച്ചാൻ ചെയ്തതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്തൊരു ഉടായ്പ് ഫാക്ടർ ഓൾറെഡി ഉണ്ട്. അത് പക്ഷേ ഇവർ പറയുന്നത് ഇവരുടെ എത്തിക്സ് പ്രകാരം അത് ഇത്ര രൂപയുടെ സാരി കൊടുത്താലേ അത്ര രൂപയുടെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇവരുടെ സാരി വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ അതിനകത്ത് ഈ പുള്ളിക്കാരൻ പ്രൊമോഷൻ ചെയ്ത പുള്ളിക്കാരൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെറും 5,000-8,000 രൂപയുടെ സാരി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 14,000 കിട്ടുമെന്ന് കരുതി കൊണ്ടുപോകരുത്. ആ പൈസയ്ക്ക് കിട്ടണമെങ്കിൽ വിലയുള്ള സാരി തന്നെ കൊണ്ടുപോകണം. വെറുതെ വല്ല വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് ഇടരുത്, റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി മറ്റുള്ള ഈ സാരിയെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ സാരി ഉണ്ടോ, കൊണ്ടുവരൂ 1000 കൊണ്ടുപോകൂ, 10,000 കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ യാഥാർത്ഥ്യം ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുള്ളി ഈ സാധനം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ആ സാരി വീഡിയോയുടെ ഇവർ രണ്ടാമത് ചെയ്തൊന്ന് കണ്ടു നോക്കാം. ഇതെല്ലാമേ പാത്തിട്ട് എനിക്ക് എവളോ കിടക്കുമെന്ന് சொல்லி ഞാൻ കൊണ്ടുപോയിരുന്ന ടിഷ്യൂ സാരി ആയിരുന്നു. അതിന് 10,000 തൊട്ട് 15,000 രൂപ വരെ കിട്ടും. പിന്നെ നോർമൽ കസവ് സാരിക്ക് 500 മുതൽ 5,000 രൂപ വരെ കിട്ടും. പിന്നെ ചെമ്പ് സാരി കിലോ 50 രൂപ വിലയുള്ളൂ. പിന്നെ ഒരെണ്ണം പ്ലാസ്റ്റിക് സാരി ആയിരുന്നു, അത് അവർ എടുക്കില്ല. അപ്പൊ വില കൂടിയ സാരി കൊണ്ട് എടുത്താൽ നല്ല പൈസ കിട്ടും. 20,000 രൂപ ഫ്രീ ആയിട്ട് കുരിസ്. പിന്നെ ഇത് ഉടായിപ്പാണെന്ന് പറയുന്ന ആൾക്കാരോട് പറയാൻ 5,000-6,000 സാരി കൊണ്ട് കൊടുത്താൽ 15,000 കിട്ടൂല. അതിനനുസരിച്ച് വരെയുള്ള സാരി കൊണ്ട് കൊടുത്താലേ കിട്ടുള്ളൂ. ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ കിഴക്കേക്കോട്ട ജോസ്കോ ജൂല. അപ്പോൾ ഇതാണ് ഇവർ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഇവരിത് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രൊമോഷൻ എടുക്കുമ്പോഴത്തേനും പണം മേടിച്ചിട്ടാണ് മിക്ക ആളുകളും പ്രൊമോഷൻ എടുക്കുന്നത്. ഈ പണം മേടിച്ച് പ്രൊമോഷൻ എടുക്കുന്ന സമയത്ത് അവരൊരു സ്ക്രിപ്റ്റ് തരും. ആ സ്ക്രിപ്റ്റ് ഇവർ പറയാൻ നിർബന്ധിതമാകും. ആ സ്ക്രിപ്റ്റ് അവർക്ക് പറയാൻ പറ്റും, കാരണം കാശ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ കൊള്ളത്തില്ലെങ്കിലും നമ്മുടെ ഈഗിൾ പറഞ്ഞ പോലെ മറ്റേ സൂത്രം വിളമ്പി വെച്ചാലും തിന്നിട്ട് നല്ല ടെക്സ്ചറുള്ള ഫുഡ് എന്ന് പറയേണ്ടതായി വരും. അത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ കാശ് വാങ്ങാതെ ചെയ്യണം. കാശ് വാങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മുതലാവത്തില്ല. ഏത് മനസ്സിലായോ? ഇത് ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് 10,000 മുതൽ 60,000 രൂപ വരെ മേടിക്കുന്ന വ്ളോഗേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. ഈ ഫുഡ് മാത്രമല്ല കേട്ടോ പറയുന്നത്, എല്ലാം കൂടെ. സോ അതിലേക്ക് നമുക്ക് വരാം. ഇനി നമുക്ക് ഏതായാലും ബാക്കിയും കൂടെ കണ്ടു നോക്കാം.
അല്ലാതെ ഞാൻ ആരും ചീറ്റ് ചെയ്തില്ല, ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അത് വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വേറൊരു ഫുഡ് ബ്ലോഗർ കേസ് ഞാൻ അതിനകത്ത് ആരെ പേരുള്ള, പക്ഷേ പുള്ളിക്കാരൻ എന്റെ മുഖമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒരു പുള്ളിയുടെ മുഖം കാണിച്ച് പുള്ളിക്കാരൻ പെയ്യാതെ വേറെ ഫുഡ് ബ്ലോഗർ ഇതിനെ നാണം കെടുത്തി കളിയാക്കിയതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും പൈസ അത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് വിട്ടതാണെന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് ബ്ലോഗർ ഇന്നത് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് ബ്ലോഗർ ആദ്യം എത്ര വാങ്ങിച്ചെന്ന് പറയുന്നത്? ആദ്യം 40,000 പിന്നീട് 35,000 രൂപ വാങ്ങിച്ചിട്ടാണ് 2 വട്ടം ഈ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നീട് റേറ്റ് കൂടുതൽ ചോദിച്ച് അവർ തരൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ആ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്ത് ഈ പുള്ളിക്കാരൻ ഇട്ടത്. ആൾ ആരാണെന്ന് ഞാൻ പറയില്ല, ആ ഓഡിയോ ചേച്ചിയിലുണ്ട്. മറ്റേ ഇത് ആഡ് കൊടുത്തില്ലായിരുന്നു നിങ്ങൾ കാഞ്ചീപുരത്തിന് ചെയ്യാൻ? എത്ര രൂപയായിരുന്നു ഞാൻ കൊടുത്തത്? എത്ര വീഡിയോ ചെയ്തവർ? 2 വീഡിയോ ചെയ്തായിരുന്നു പുള്ളിക്കാരൻ. 40. അപ്പോൾ നമ്മളും ഇതിനകത്ത് ധാരാളൊന്നും പേര് പറയുന്നില്ല, നിങ്ങളങ്ങ് ഊഹിച്ച് ഇന്നാളാന്നങ്ങ് എടുത്തോ. അതായത് ഈ സാരിയുടെ വീഡിയോയ്ക്ക് ഈ നെഗറ്റീവ് പറയുന്ന ആളുകളിൽ ചിലർ പോയി വീഡിയോ ചെയ്തു 35,000 രൂപ വാങ്ങി 40,000 രൂപ വാങ്ങി ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് തിരിഞ്ഞ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ 35,000 40,000 ആണ് ഇവരുടെ പെർ പ്രൊമോഷൻ ഇവർ മിനിമം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഇപ്പം ഞാൻ കാണിച്ച ഈ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഫുഡ് വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ എടുത്ത് നോക്കിയാലും എല്ലാ വീഡിയോയിലും ഒരു പ്രൊമോഷൻ വീഡിയോ എങ്കിലും ഇവരിടും. ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് 35,000 രൂപ ചാർജ് ചെയ്യുന്നു. 35,000 വിട് 10,000 രൂപ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ടെന്നുള്ള സാഹചര്യത്തിൽ 10,000 × 30 എടുത്ത് നോക്കുമ്പോഴത്തേനും പ്രൊമോഷനിൽ നിന്ന് മാത്രം എത്ര രൂപ സമ്പാദിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കണം. ഈ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ എത്രമാത്രം എത്തിക്സ് പുലർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ ചിന്തിക്കണം. പ്രൊമോഷൻ നടത്തുമ്പോഴത്തേനും അവരുടെ നിന്ന് പൈസ വാങ്ങുമ്പോൾ അവർ പറയുന്ന സ്ക്രിപ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് വളരെ വലിയൊരു എക്സാമ്പിളാണ് കോസ്മോസിൽ നടന്ന പ്രശ്നം. 99 രൂപയ്ക്ക് ഷൂ തരുമെന്ന് പറഞ്ഞ് തന്ന സ്ക്രിപ്റ്റ് നമ്മുടെ കൊല്ലം ഫുഡീസിലെ പുള്ളിക്കാരൻ ഈ സൂരജും എല്ലാം കൂടെ എടുത്തിട്ട് വിളമ്പി അതിനുശേഷം അത് പ്രശ്നമായി. അവിടെ ചെന്ന് പിന്നെ ഇതെല്ലാം ഒതുക്കി തീർക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് തന്ന സ്ക്രിപ്റ്റ് ഇതാണ് എന്നുള്ള സാധനമാണ്. ബേസിക്കലി പ്രൊമോഷൻ്റെ അകത്ത് എത്തിക്സ് ഇല്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, നിനക്കൊരു പ്രൊമോഷൻ കിട്ടിയാൽ നീ ചെയ്യത്തില്ലയോടാന്ന്. ചെയ്യും, ഞാൻ ചെയ്യും. എനിക്ക് 30,000 വേണ്ട, ഒരു 3,000 രൂപ എന്നത് ഞാൻ പ്രൊമോഷൻ ചെയ്തു തരാം. പക്ഷേ ജെന്യൂൻ സാധനമായിരിക്കണം, ഞാൻ തിരക്കത് ബാക്കിയേക്കാം. ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്തത്. ഓക്കെ, ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഇതെല്ലാം പോട്ട് നമ്മൾ ഈ ബോളിയുടെ കേസ് റിയാക്ട് ചെയ്തത്. അപ്പം ഈ പറഞ്ഞ ഈ അമ്മ അവൻ അതിന്റെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്തു, അത് നീ ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തത്. ഞാൻ പറയാനില്ല, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാൻ ഇത്രേ പറയുള്ളൂ, ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഒരു എത്തിക്സ്, ഒരു അല്പം മര്യാദ അറിയാം. ഫുഡ് ബ്ലോഗർ ആണ്, ഓക്കെ, സമ്മതിക്കണം. നിങ്ങളുടെ മിക്ക ഫുഡ് ഫോട്ടോ നല്ലതാണ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ലതാണ്, മോശമാണെന്ന് ഇപ്പോഴും പറയില്ല. 100 എണ്ണത്തിൽ 10 എണ്ണമെങ്കിലും മോശമായിരിക്കും. അത് മോശമാണെങ്കിൽ മോശമാണ്, അത് ഉറപ്പായിട്ടും അത് മോശമാണ്. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അതിൽ രോക്ഷം കൊള്ളേണ്ട ഒരു കാര്യമില്ല. അതിന് അവർ തമ്മിൽ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയുള്ള സെറ്റപ്പാണ്. എനിക്കൂടെ ജീവിക്കാൻ ആരെങ്കിലുമൊക്കെ ഒരു പ്രൊമോഷൻ കൊണ്ട് തടയേ, ഞാനും ചെയ്യട്ട്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫുഡ് ബ്ലോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോയി പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേനും ബാക്കിയുള്ളത് ചെയ്യുന്ന പോലെ അല്ല ഫുഡ്. കാരണം നിങ്ങളെ വിശ്വസിച്ച് പലരും പോകും. ഈ എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ ഫുഡ് ബ്ലോഗേഴ്സ് പറഞ്ഞ പലയിടത്തും ഞാൻ പോയി ആഹാരം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അത് മാത്രമല്ല, ഒരു സാധനം ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പലർക്കും ആ ഫുഡിനോടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരിടത്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തൊരിടത്ത് ഞാൻ പോയി കഴിച്ചിട്ട് ഞാൻ ആ ഫുഡ് കൊള്ളൂല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും രോഷാകുലനാകേണ്ട കാര്യമില്ല. ഒരാളെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന തരത്തിലേക്ക് രോഷാകുലനാകേണ്ട കാര്യമില്ല. അത് ഒരു പക്ഷേ അവരിൽ നിന്നും പ്രൊമോഷൻ എടുത്തതിൻ്റെ ഒരു കടപ്പാടായിരിക്കാം. അല്ലാത്ത പക്ഷം അവിടുത്തെ ഫുഡ് ഇവർക്ക് ജെനുവിനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതെന്തോ ആട്ടെ, എന്തെങ്കിലും വിഷയമാവട്ടെ. ഏതായാലും ഫുഡ് ചെയ്യുന്നവർ ബാക്കിയുള്ള പ്രൊമോഷൻ പോലെ ചെയ്യാതിരിക്കുക, ബാക്കിയേക്കാം. ആൾക്കാർ ഫുഡ് ബ്ലോഗേഴ്സിനെ ഇപ്പം, അതായത് ഇങ്ങനെയുള്ള ഫുഡ് ബ്ലോഗേഴ്സിനെ അധികം വിളിക്കാറില്ല. ഈ സ്വഭാവമുള്ള, ഞാൻ വീണ്ടും പറഞ്ഞ എല്ലാവരും അല്ല, ഈ സ്വഭാവമുള്ള. കാരണം ഇവർ ചെല്ലുമ്പോൾ ഫുഡ് ബ്ലോഗിന് 35,000 40,000 രൂപ വാങ്ങിക്കും. ഇത് പോരാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ശരിയാക്കി വെക്കണേന് ഒരു 10,000 രൂപ മുടക്കിയിട്ട് ഫുഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു 5,000 നഷ്ടം. പോരാത്തതിന് ഇറങ്ങുമ്പോൾ പാഴ്സൽ വാങ്ങിച്ചു കൊടുക്കും. ഈ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോണ ഫുഡ് പാഴ്സലായിട്ട് പ്രൊമോഷൻ ചെയ്തിട്ട് പാഴ്സലായിട്ട് വാങ്ങിച്ചുകൊണ്ടുള്ള ഫുഡാണ് പുറത്തിരിക്കുന്ന ആൾക്കാർ കൊടുത്തിട്ട് നന്മ വരെ കളിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ, അതാണ് ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ഒരു സംഭവം നമ്മൾ സംസാരിച്ചിറങ്ങേണ്ടത് നമ്മൾ കളത്തിലിറങ്ങി നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇറങ്ങുള്ളൂ. പിന്നെ അത് അവിടെ ഒരു റീച്ച്, ഇവിടെ മറ്റൊരു റീച്ച്. ഫുഡ് ബ്ലോഗ് ഉണ്ടാക്കി പൈസ മേടിച്ചിട്ട് അവിടെ ഒരു റീച്ച്, സെൻറ്റിമെൻറ്റ്സ് ഇറക്കി ഇവിടെ ഒരു റീച്ച്. ഈ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ചില ഫുഡ് ബ്ലോഗേഴ്സ് മേടിച്ചിട്ട് വയ്യാതിരിക്കുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുന്നു. ഇത് പക്ഷേ ഇങ്ങനെ പാഴ്സൽ മേടിച്ചാണോ എന്ന് നമുക്കറിയത്തില്ല. ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. കാരണം അവർ നിവൃത്തിയില്ലാത്ത ഒരാളെ വിറ്റ് പ്രൊമോഷൻ ചെയ്ത് സിമ്പതി വിറ്റതുപോലെ ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ ആ വീഡിയോസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ബേസിക്കലി നിങ്ങൾ റീച്ച് ഉണ്ടാക്കിക്കൂടെ, പക്ഷേ ബാക്കിയുള്ളവനെ അറക്കരുത്. ഓക്കെ, ഏതൊക്കെയാണ് ഇവിടെ അവിടെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾ? ഇതിനകത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് ഈ ബോളി പ്രശ്നത്തിനകത്ത് ഒരു കമൻറ്റ് വന്നായിരുന്നേ, അയ്യോ ഞങ്ങൾ പോയി, നഷ്ടം, പറയത്തക്ക ടേസ്റ്റ് ഒന്നുമില്ല, വിലയോ അയ്യോ, കിഴക്കേക്കോട്ടയിൽ പോയാൽ പഴവങ്ങാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടുത്തെ ഫുഡ് കൊള്ളൂല എന്നൊരു സാധനം തന്നെയാണ് വന്നേക്കുന്നത്. അടുത്തൊരു കമൻറ്റ്, അളിയ നീ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒഴിക്കുന്നുള്ളൂ. സോ നമ്മുടെ ഈ ഷേണായി പറഞ്ഞതിനെ
സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സാധനമാണ് വരുന്നത്, ചെല്ലുമ്പോൾ അത്രയും കിട്ടുന്നില്ലെന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ തിരുവനന്തപുരത്ത് പോയി കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിച്ചിട്ടുള്ളവർ പറ. ഇനി ഇവർക്ക് അനുകൂലമായിട്ട് കമൻ്റ് ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുകൂലമായിട്ടും ഉണ്ട്. ഇനി നമുക്കിതിനകത്ത് നോക്കുമ്പോഴത്തേനും ഈ ഒരു വീഡിയോ, അതായത് നമ്മളുടെ ഫുഡ് കൊള്ളൂല എന്ന് പറഞ്ഞതിന് മറ്റേ ക്രൈസി വ്ളോഗർ ഇട്ട വീഡിയോയ്ക്ക് സൂരജ് ബ്രോ ഒരു കമൻ്റ് ഇട്ടു, ഒരു കരണ്ടി പായസം തരട്ടെ, ക്ഷീണം മാറാൻ വളരെ നല്ലതാണ്. ഈ ഒരു ഒറ്റ കമൻറ്റിലാണത് പുള്ളിയാണെന്ന് എനിക്ക് സംശയം തോന്നിയത്. അതിന് തിരിച്ച് റിപ്ലൈ വന്നു, ആ ചേച്ചിക്ക് 1 സ്പൂൺ പായസത്തിന് മേലെ 2 കലം പായസം ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൊടുക്കണമെന്ന് ഇതാ വാക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞെരുങ്ങുന്നത് നിങ്ങൾ പ്രൊമോഷൻ എടുത്ത ആ സ്ഥാപനമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ എൻ്റെ വീഡിയോയിൽ പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒരു തവണയും കൂടെ പറയുകയാണ്. ഈ വ്ളോഗേഴ്സും പ്രൊമോഷൻ ചെയ്യുന്നവരും റിയാക്ഷൻ ചെയ്യുന്നവരും എവനിടുന്ന സാധനവും നിങ്ങൾ കാണുക. ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ണടച്ച് അന്ധമായി അതിനൊന്നും വിശ്വസിക്കാതിരിക്കുക. ഫുഡ് വ്ളോഗ് കണ്ട് ഈ കൊല്ലം ഫുഡീസ്, ഞാൻ എടുത്തു പറയാം, കൊല്ലം ഫുഡീസിൻ്റെ വീഡിയോ കണ്ടിട്ട് പോയിട്ടുള്ള ഒരുപാടിടത്തുനിന്ന് മോശം ഫുഡ് എന്നുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ ലൈവായിട്ട് ഞാൻ പറയാം, പുനലൂരുകാരനാണ് ഞാൻ. അവിടെ ഹോട്ടലിലെ ബിരിയാണിയാണ് പുനലൂർ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പെയ്ഡ് പ്രൊമോഷനാണെന്ന്. അതിൻ്റെ താഴെ പുള്ളി കമൻറ്റ് വിട്ടിട്ടുണ്ട്, പിന്നെ എൻ്റെ ബില്ലിന് നീ പൈസ തരുമോടാ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടാണ്. അവർ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കാശിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ നടുക്ക് നിന്ന് വലയുന്നത് കാശ് കൊടുക്കുന്ന കസ്റ്റമേഴ്സാണ്. സോ ഈ കസ്റ്റമേഴ്സ്, നിങ്ങൾ ഇവരുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പോയി തലവെച്ച് കൊടുക്കുക. സോ 1 കാശ് പോവും, 2 വയറ് പോവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കഴിച്ച ഫുഡ് മോശമാണെന്നുള്ളതല്ല, വീഡിയോ കണ്ട് പോയി കഴിച്ചിട്ട് ഫുഡ് മോശമാണെന്നുള്ളത്. എൻ്റെ വീഡിയോ കണ്ടാലും കഴിച്ചിട്ടില്ലല്ലേ? ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം. ഈ വ്ളോഗേഴ്സിൻ്റെ തമ്മിലുള്ള വഴക്കുകളും തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.